ഹായ് ഓൾ. ഏറെ വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് ദിവസമായി നടക്കുന്നത്. കുറേ കാലങ്ങളായിട്ടുണ്ട് എങ്കിൽ പോലും എങ്ങനെ ഇത് നമ്മൾക്കൊന്ന് നമ്മുടെ മീഡിയയിലൂടെ നമ്മുടെ ചാനലിലൂടെ നമ്മൾക്ക് അങ്ങനെ കൃത്യമായിട്ട് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനൊന്നും തന്നെയല്ല ഞങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഈ മേഖലയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേദന തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വായനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത് ഒരു അവയർനെസ് ആയിട്ട് തന്നെ പാരൻസിലേക്ക് പോകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാരെങ്കിലും അത് കാണുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരെങ്കിലും അത് കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇന്നലെയും ഒരു കുട്ടി മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന് മാതാപിതാക്കൾ നൽകാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അല്ലാതെ തന്നെ നമ്മൾ കാണുന്നതാണ് ഒരു തിരുവനന്തപുരത്തെ ഒരു 16 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരു കുഞ്ഞു താഴ്ചാടി മരിച്ചു. ആ ഇടയ്ക്കായിരുന്നു ഷോക്കേറ്റ് ഒരു കുട്ടി മരണപ്പെട്ടതും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ആത്മഹത്യകൾ ചില കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കുകയോ ശ്രദ്ധിക്കപ്പെടാതെയോ ഒക്കെ പോകാം. ഒരു കാരണങ്ങളിലേക്കുമല്ല ഞാൻ പോകുന്നത്. പക്ഷെ ഇതെന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിലേക്ക് ഇത്രയും അധികം ധൈര്യമില്ലായ്മ ഉണ്ടാകുന്നത്? പേടി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? മുന്നോട്ടുള്ള ജീവിതത്തിന് എന്തിനാണ് നമ്മുടെ കുട്ടികൾ പേടിക്കുന്നത്? ആത്മഹത്യ ചെയ്യുന്നത് ധൈര്യമുള്ള ഒരാളാണെന്ന് ഒരിക്കലും ലോകാരോഗ്യ സംഘടനയോ ഞാൻ പഠിച്ച പാഠങ്ങളോ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആത്മഹത്യകൾ ചെയ്യുന്നത് ധൈര്യമില്ലാത്തവരാണ് എന്നുള്ളതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കളിയാക്കലുകൾ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് ഡൊമസ്റ്റിക് വയലൻസിന് എഗൻസ്റ്റായിട്ട് ശബ്ദമുയർത്താൻ കഴിയുന്നില്ല? സ്വന്തം മുറിപ്പാടുകളും തല്ലിൻ്റെ പാടുകളും കൊല്ലിൻ്റെ പാടുകളും എല്ലാം കൂട്ടുകാരിലേക്ക് വീഡിയോ പകർത്തുന്ന നമ്മുടെ സഹോദരിമാർക്ക് എന്തുകൊണ്ടാണ് അത് തുറന്ന് വിളിച്ചു പറയുവാനും അതിനെതിരെ പ്രവർത്തിക്കാനും ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ഓരോ വ്യക്തികൾക്കുമെതിരെ ശബ്ദമുയർത്താൻ എന്തുകൊണ്ടാണ് നമ്മൾക്ക് കഴിയാതെ പോകുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത്? ഫൈറ്റ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിങ്ങനെ ആകുന്നത് എന്ന് എല്ലാ സംസ്ഥാനങ്ങളെക്കാട്ടിലും നമ്മുടെ കൊച്ചു കേരളം നന്നായി ചിന്തിക്കുകയും നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാൽ കഴിയുന്ന അവബോധം ഇക്കാര്യത്തിൽ ഞാൻ എന്ത് കൊടുക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഞാനിന്ന് കുറച്ചു കാര്യങ്ങൾ ആത്മഹത്യകൾ വർദ്ധിക്കുന്നതിനെ കുറിച്ചിട്ട് പല കാര്യങ്ങൾ പലപ്പോഴായിട്ട് കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും നിളയുടെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഏറെയാവെന്ന് കരുതുന്നത്. ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ദയവ് ചെയ്ത് കേൾക്കുക. ഞാൻ ഇന്നോളം ഒരു കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളിത് കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. കാരണം മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ് എന്നതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അവബോധ വീഡിയോ എന്തുകൊണ്ടും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരിക്കും എന്നുള്ളത് കൊണ്ട് വിലപ്പെട്ട സമയം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നൽകുകയാണ്. എന്തുകൊണ്ട് ഇത്രയധികം സൂയിസൈഡുകൾ കൂടുന്നു എന്നതിൻ്റെ ഒരു കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കോപ്പി ക്യാറ്റ് സൂയിസൈഡായിട്ടാണ്. കാരണം നിങ്ങൾക്കറിയാം, മെഹർ ചാടി മരിക്കുന്നതിൻ്റെ പിന്നാലെ ഏതാണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 5ഓളം കുട്ടികൾ പല തരങ്ങളിലായിട്ട് മരിക്കുകയാണ്. ഒരു കുട്ടി ജനാലയിൽ സൂയിസൈഡ് ചെയ്തു എന്ന വാർത്ത പരക്കുമ്പോൾ അടുത്തയാളും അതുപോലെ ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾക്കൊരു വിരാമമിടേണ്ടത് നമ്മളുടെ ഭരണ സംവിധാനത്തിൻ്റെയും നിയമ സംവിധാനത്തിൻ്റെയും നമ്മളെപ്പോലുള്ളവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം ഈ കോപ്പി ക്യാറ്റ് സൂയിസൈഡായിട്ട് തോന്നാനുള്ള കാരണം ഒരിടത്തിൽ ഒരു കുട്ടീനെ അമ്മ ഒരു വിവാഹിതയാകാത്ത അമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചു എന്ന് കണ്ടാൽ, അതിനെ കൊന്നു എന്ന് കണ്ടാൽ, പിന്നെ അത് തുരുതുരെ വാർത്തകളിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 1700കളിൽ യൂറോപ്പിൽ ഒരു വെർദർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം സൈക്കോളജിയിൽ കോയിൻസൈഡ് ചെയ്യാനുള്ളൊരു കാരണമുണ്ടായി. ദ സോറോസ് ഓഫ് യങ് വെർദർ എന്ന് പറയുന്ന ഒരു നോവൽ വളരെ ചർച്ചാ വിഷയമായി. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, മീഡിയ, സിനിമ ഇതെല്ലാം എത്രത്തോളം നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നു എന്ന് പല തവണകളായി ഞാൻ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം
ഈ സോറോസ് ഓഫ് യങ് വോദറിനുള്ളിലെ ഒരു കഥാതന്തു എന്ന് പറയുന്നത്, യങ് വോദർ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. ആ പ്രണയത്തിലാകുന്ന പെൺകുട്ടിക്ക് മറ്റൊരാളുമായിട്ടുള്ളൊരു ഇമോഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. ഇതിൻ്റെ വേദനകളെ ഇമോഷണൽ ഗ്യാപ്പിലൂടെ, ഇമോഷണൽ സ്പോണ്ടേനിയസ് സ്ട്രഗിൾസിലൂടെ യങ് വോദർ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കഥയിലുടനീളം അല്ലെങ്കിൽ ഈ നോവലിലുടനീളം യങ് വോദർ കടന്നു പോകുന്ന ഓരോ ഘട്ടങ്ങളും ആ വേദനകളെ നന്നായി തന്നെ ആ നോവലിൽ ചിത്രീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഇത് വായിച്ചിട്ട് കോപ്പി ക്യാറ്റ് സൂയിസൈഡ് എന്ന നിലയിൽ യൂറോപ്പിൽ ഒരുപാട് യൂത്ത് യങ്സ്റ്റേഴ്സ് ആ കാലഘട്ടത്തിൽ സൂയിസൈഡ് ചെയ്തിരുന്നു. ഈ കോപ്പി ക്യാറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ സൂയിസൈഡ് ഒരു സിൻഡ്രോമായി വെർദർ ഇഫക്റ്റായി മനഃശാസ്ത്രത്തിൽ ഒരു മീഡിയ ലിറ്ററസിയുടെ ആവശ്യമെന്നോണം ചർച്ച ചെയ്തു വരേണ്ടതിൻ്റെ ആവശ്യകത വളരെ വളരെ കൂടുതലാണ്. കാരണം ഹ്യൂമൻ മൈൻഡിനൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ എന്ത് കാര്യങ്ങളും അനുകരിക്കും, പ്രത്യേകിച്ച് വേദനയുടെ ഘടകങ്ങളിൽ. മനുഷ്യൻ്റെ വികാരപരമായ അതുകൊണ്ടാണ് ഒരാൾ കരയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നത്. ചിരിക്കുമ്പോൾ ചിരിക്കാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യരും ഒരാളിൻ്റെ കണ്ണ് നിറഞ്ഞാൽ നമ്മൾ അറിയാതെ കരയുന്നവരാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ പെയിൻ ഫാക്ടറാണ് നമ്മളിലേക്ക് നമ്മൾ ആദ്യം എടുക്കുന്നത്. അത് തെറ്റായിട്ടോ ഒന്നുമല്ല, അത് മനുഷ്യൻ അത്രയും ഹ്യൂമൻ ആയതുകൊണ്ട് തന്നെയാണ്, മനുഷ്യത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഘട്ടത്തിൽ ഒരു വ്യക്തി വേദന കൊണ്ട് ചെയ്യുന്ന ഒരു ഘടകത്തെക്കുറിച്ചിട്ട് മീഡിയ ഇത്രത്തോളം പുറകെ വേണം. മീഡിയ അത്യാവശ്യമാണ്. വരും കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ പഴയ കാലഘട്ടങ്ങളിലോ പോലെ അല്ലാതെ തന്നെ ഏറ്റവും അധികം മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് സാമൂഹിക നന്മകൾക്ക് കാരണമായിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂച്ചുവിലങ്ങിടാൻ നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ എവിടെ പോയി എന്നുള്ളതാണ് ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം. എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? നവമാധ്യമങ്ങളെന്ന് നമ്മൾ ഓമന പേരിൽ വിളിക്കുന്ന ഓരോ തരങ്ങളിലും ഇപ്പോൾ ഒരു പെൺകുട്ടി 21 വയസ്സുകാരി തൻ്റെ 2 കുട്ടികളെ പ്രസവിക്കുകയും ആ 2 കുട്ടികളെയും ഈ പെൺകുട്ടി മരിച്ചു പോയിട്ട് അതിനെ കുഴിച്ചിടുകയും പിന്നീട് ആ കാമുകൻ വന്നിട്ട് ഈ 2 കുട്ടികളുടെയും സ്കെലിറ്റൻ എടുത്ത് മദ്യലഹരിയിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തൻ്റെ കൊലക്കുറ്റം കൂട്ടുനിന്നതിന് അയാൾ സാക്ഷ്യം പറയുന്നതായി വാർത്തയിൽ വായിച്ചു. പക്ഷേ ഇത് വാർത്തയിൽ വായിക്കുമ്പോൾ നിങ്ങളോ ഞാനോ അല്ലെങ്കിൽ നമ്മളോ ഒരു കാരണവശാലും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി ഇത്തരം വാർത്തകൾ നല്ലവണ്ണം ഞാൻ വായിക്കുകയും അതിൻ്റെ കമൻറ്റുകളിലൂടെ കണ്ണോടിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ പറയട്ടെ, കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താതിരിക്കാനോ നമ്മൾക്ക് ആർക്കും തന്നെ അർഹതയോ അംഗീകാരമോ അവകാശമോ ഇല്ല. പക്ഷെ നേരെ മറിച്ചിട്ട് ഈ മാധ്യമങ്ങൾ നോക്കൂ, ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ എൻ്റെ വീടിൻ്റെ ജനാലകൾക്കിടയിലൂടെ ക്യാമറകൾ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് വരികയാണ് എങ്കിൽ അവർക്കുണ്ടാകുന്ന വേദനയെ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? മാധ്യമങ്ങൾ നമ്മൾ കണ്ടതാണ്. ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം മരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വാക്കുടക്കിയത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി മരിച്ചു എന്നാണ് റിപ്പോർട്ടിലേക്ക് വന്നുപോയത്. അപ്പോൾ ഈ വന്നുപോയ ഒരു പിഴവിനെ എത്രയോളം ആഘോഷിക്കുകയും ട്രോളാക്കുകയും ചെയ്തൊരു നവമാധ്യമങ്ങളുടെ ഇടയിലാണ് ഒരാളിൻ്റെ വേദനകളെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതൊരു വെർദർ ഇഫക്റ്റായിട്ട് നമ്മൾ എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ വാർത്തകളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ഈ വാർത്തകൾ എന്ത് ഇഫക്റ്റാണ് കുഞ്ഞുമക്കളിലേക്ക് കൊടുക്കുന്നത് എന്ന് പ്രത്യേകം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ഉൾപ്പെടുന്നവർ കുറച്ച് സങ്കടങ്ങൾ ഉണ്ടായാൽ, നമ്മൾക്കൊരു മരണമുണ്ടായി നമ്മുടെ വീട്ടിൽ, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, അതൊരു പക്ഷേ നമ്മുടെ മാതാവോ പിതാവോ സഹോദരങ്ങളോ മെൻഡറോ ആരുമാകാം. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ലിറ്ററേച്ചറും മീഡിയയും സിനിമയും ഒക്കെ അവരുടെ ഓർമ്മകൾ നമ്മൾക്ക് തരുന്നതായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്തരം വേദനകൾ നമ്മുടെ കുട്ടികൾ കാണുമ്പോൾ അവരത് പൂർണ്ണമായ രീതിയിൽ അനുകരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടേ. സോ നിയമങ്ങൾ കർശനമായി വരേണ്ടതുണ്ട്. എന്ത് കാര്യങ്ങളും ഓൺലൈൻ മീഡിയയിലൂടെ കൊടുക്കുന്നതും നവമാധ്യമങ്ങളിലൂടെ കൊടുക്കുന്നതും പ്രശസ്ത മാധ്യമങ്ങൾ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ തന്നെ നമ്മൾ പൂർണ്ണമായും നിർത്തലാക്കേണ്ടതുണ്ട്. കാരണം
വെർദർ ഇഫക്റ്റ് യൂറോപ്പിൽ 1700-കളിൽ സാഹിത്യ മേഖലകളിലും യുവതലമുറയിലും ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു നോവലിന് ഇത്രയധികം കഴിഞ്ഞത് ചർച്ചയാക്കപ്പെടുകയും ഇപ്പോൾ സോറോസ് ഓഫ് യങ് വെർദർ എന്ന് പറയുന്ന നോവൽ ഇത്രയധികം പ്രശസ്തമാവുകയും ചെയ്യപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് പോലും തെറ്റാണെന്ന് എനിക്കറിയാം. കാരണം വെർദർ ഇഫക്റ്റിൻ്റെ നോവലിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഒരു കാരണവശാലും മാതാപിതാക്കൾ ഈ നോവൽ ആ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. കാരണം ഈ നോവൽ പ്രസിദ്ധീകരണം ആ വർഷത്തിൽ തന്നെ യൂറോപ്പിൽ നിരോധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് എനിക്കിത് പറയാൻ കഴിയുന്നത്. ഇന്ന് ഒരു നോവലിൻ്റെ ഒരു കഥാപാത്രം ഒരു മനഃശാസ്ത്രപരമായ ഒരു ഇഫക്റ്റായി മാറുക എന്ന് പറയുമ്പോൾ ആ നോവലിൻ്റെ പ്രാധാന്യവും അതുണ്ടാക്കിയ ഒരു തീവ്രതയും നോക്കൂ. അതുകൊണ്ട് തന്നെ 16 നിലയിൽ നിന്നും താഴെ ചാടിയ മരിച്ചൊരു കുട്ടിയുടെയോ അല്ലെങ്കിൽ എന്നെ എ ക്ലാസ്സിൽ നിന്നും സി ക്ലാസ്സിലേക്ക് ABCD എന്ന് പറയുന്ന ഡിവിഷനിൽ എ ക്ലാസ്സിലായിരുന്ന എന്നെ D ക്ലാസ്സിലേക്ക് മാറ്റിയതുകൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയുടെ വിവരണങ്ങളും വിവരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇതൊക്കെ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന എന്തൊക്കെ ആഘാതങ്ങളാണ്. നീയായിരുന്നെങ്കിൽ എന്ന് കുട്ടികൾ ചിന്തിക്കാറുണ്ട്. ഇതെനിക്കുമില്ലേ? നിങ്ങൾ നോക്കൂ, നമ്മളൊരു കഥ വായിക്കുമ്പോഴോ ഒരു സിനിമ കാണുമ്പോഴോ എനിക്കും ഇത് ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ, ഞാനും ഇങ്ങനെയൊക്കെ കൂടെ കടന്നു പോയിട്ടില്ലേ നമ്മൾ ചിന്തിക്കാറില്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനസ്സിനെ നമുക്ക് എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള മീഡിയ ഇത് നിർത്തലാക്കുക എന്നത് സൂയിസൈഡ് പ്രിവെൻഷൻ്റെ ഒരു ഭാഗമായി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇത് മുഖവിലക്കെടുക്കുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ഒരുപാട് ഗുരുനാഥന്മാർ ഇത് ചിന്തിക്കുന്നവർ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നോട് അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിത് വായിക്കുകയും ഇത് പറയുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേര് ഒരു ജനമുന്നേറ്റം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? നമ്മൾ നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ നവമാധ്യമങ്ങളിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇത് സ്വാഭാവികമായും കാണും. കാരണം ഇത് കാണാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല? ഓൾ ഓഫ് ഈ സഡൻ നോട്ട് നിരോധനം കൊണ്ടുവന്ന സർക്കാരിന് എന്തുകൊണ്ട് ഇത്തരം മീഡിയ ലിറ്ററസി കൊടുക്കുന്നില്ല? പൂർണ്ണമായ മീഡിയ ലിറ്ററസി നിയമങ്ങൾ നമുക്കില്ലേ? നമുക്ക് പൂർണ്ണമായ രീതിയിൽ എന്ത് ടെലികാസ്റ്റ് ചെയ്യണമെന്നും ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും നമുക്കില്ലേ? അപ്പോൾ ആ നിയമം അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? ഈയിടെയായിട്ട് ഞാൻ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ കാണുകയുണ്ടായി. ഒരു പെൺകുട്ടി മറ്റൊരു കുട്ടിയോട് ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. താൻ കുളിമുറികളിൽ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ വലിയ വാർത്തയാവുകയെ. കുളിമുറിയിൽ നീ എന്ത് കണ്ടു? കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയപ്പോൾ നിൻ്റെ അനുഭവം എന്താണെന്ന് ആശയ ദാരിദ്ര്യവും കണ്ടന്റ് ദാരിദ്ര്യവും ഉള്ള ഓൺലൈൻ മീഡിയകൾക്ക് നിർബന്ധമായും വിമർശനങ്ങൾ വിളിച്ചു പറയുന്ന മീഡിയകളെ പൂട്ടിക്കുന്നതോടൊപ്പം തന്നെ നല്ല കൃത്യമായ സോഷ്യൽ സാറ്റയറുള്ള മീഡിയയെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ കാണാൻ പാടില്ല എന്ന് ഡിജിറ്റൽ ലിറ്ററസി ഓരോ സ്കൂളും കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. ഓരോ രക്ഷകർത്താക്കൾക്കും ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടായിരിക്കണം. സാക്ഷര കേരളം എന്ന് നമ്മൾ പറഞ്ഞ് ആക്രോശിക്കുന്ന ഇടങ്ങളിലാണ് കുളിമുറിയിൽ നീ എന്ത് കണ്ടു എന്ന് ചോദിച്ച് ഇക്കിളിപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഒരു പെൺകുട്ടി തന്നെ ഒരു ഫീമെയിൽ ജെൻഡറിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു മെയിൽ ജെൻഡറിനോട് ചോദിക്കുകയും അതിൽ ചിരിക്കുകയും അതിൽ വാർത്തകളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മാധ്യമങ്ങളോട് ഇതിനൊക്കെ വിലങ്ങിടേണ്ടത് ഗവൺമെൻറ് സംവിധാനങ്ങളും തീർച്ചയായിട്ടും NGOകളും തീർച്ചയായും സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാരും അല്ലെങ്കിൽ മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സും തന്നെയാണ്. ഇത്തരം സംഗതികൾ നമ്മൾ അനുവദിക്കാൻ പാടില്ല. പോരാത്തതിന് ഇതിൻ്റെ അവബോധം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ നല്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എതിരെ നിൽക്കുന്ന ആളല്ല. പക്ഷേ നമ്മൾ അത് മാത്രം പഠിപ്പിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? കുട്ടികൾക്ക് ലീഗൽ ലിറ്ററസി കൊടുക്കണം, ഡിജിറ്റൽ ലിറ്ററസി കൊടുക്കണം, മീഡിയ ലിറ്ററസി കൊടുക്കണം, ഹാപ്പിനെസ് ലിറ്ററസി കൊടുക്കണം, ഹോപ്പ് ലിറ്ററസി കൊടുക്കണം, ഡിസിഷൻ മേക്കിംഗ് നമ്മൾ കുട്ടികൾക്ക് കോഷ്യൻ്റായിട്ട് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണമേ ഇത് തന്നെയാണ്. അതുകൊണ്ട് പുനർചിന്തിക്കുമെന്ന് കരുതുന്നു. ഇത് കാണുന്നത് വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണെന്ന് എനിക്കറിയാം. പക്ഷേ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ട് എങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു മുന്നേറ്റം നമുക്ക് ചെയ്തുകൂടെ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അത് വളരെ അത്യാവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുകയും കാണാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും സെൻസർ ചെയ്ത് തന്നെ കൊടുക്കുക. ആ സെൻസറിങ്ങിന് നമ്മുടെ മക്കൾക്ക് കഴിയില്ല.
കാരണം അത്രമേൽ തള്ളിക്കയറ്റങ്ങളാണ് ഇത്തരം മീഡിയകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഗവൺമെൻറ്റിനോടും പ്രിയപ്പെട്ട നിയമ പരിഷ്കാരം നടത്തുന്ന മികച്ച ഗുരുനാഥന്മാരോടുമുള്ള നിളയുടെ അപേക്ഷയാണ്, അധ്യാപകരോടുള്ള അപേക്ഷയാണ്, മാതാപിതാക്കളോടുള്ള അപേക്ഷയാണ്, പ്രിൻസിപ്പൽമാരോടുള്ള അപേക്ഷയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇത് കാണിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇത് കാണുന്നില്ല എന്ന് തീരുമാനിക്കുന്നൊരു സമ്പ്രദായം. ഒരു കുട്ടി മരണപ്പെട്ടു പോയാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് മരിച്ചു പോയാൽ നിങ്ങൾക്ക് മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള കരുത്തുണ്ടാകുമോ? അതുണ്ടാകാതെ പൊട്ടിക്കരയുന്ന മാതാപിതാക്കളെ മക്കളുടെ ചിത എരിയുന്നതിന് മുന്നേ അവർ ഇൻ്റർവ്യൂവിന് ഈവനിങ് സമയത്ത് സായാഹ്ന ചർച്ചയ്ക്ക് വിളിക്കുന്ന പ്രിയപ്പെട്ട മാധ്യമങ്ങളോട് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടായാൽ നല്ലത്. ഇല്ലെങ്കിൽ പുതിയ തലമുറ നിങ്ങളെയൊക്കെ നന്നായി മനസ്സിലാക്കുകയും കൂടെ ചെയ്യുന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ തലമുറയുടെ ഈ ഒരു വലിയ മുന്നേറ്റം. ഹോം സ്കൂളിംഗ് ഡെവലപ്പ് ചെയ്യുന്നത് പുതിയ തലമുറയിൽ ഒരുപാട് വിശ്വാസമുള്ള ഒരാളെന്ന നിലയിൽ പറയട്ടെ, കുട്ടികളുമായി അടുത്തിടപഴകുന്ന ആളെന്ന നിലയിൽ പറയട്ടെ. അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, അവരൊരുപാട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവർക്ക് സോർട്ട് അനാലിസിസ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവർക്ക് സോർട്ട് ചെയ്യേണ്ട കഴിവുമുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഇതിനൊരു മാറ്റം വരുമെന്ന് കാത്തിരിക്കാൻ നിളയ്ക്ക് കഴിയുന്നില്ല. നിങ്ങളും കാത്തിരിക്കാതിരിക്കുക. ഇതിനോടനുബന്ധിക്കുന്ന മറ്റൊരു ഇഫക്റ്റിൻ്റെ പേരാണ് പപ്പാജിനോ ഇഫക്റ്റ്. അതെങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം ആസ് പെർ യുവർ കൺസേൺ. മൊസാർട്ടിൻ്റെ ഓപ്പറ ആയിട്ടുള്ള ദ മാജിക് ഫ്ലൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറ ഉണ്ട്. അതിൽ ഹീറോ ആയിട്ടുള്ള പപ്പാജിനോ ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെ സങ്കടങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേര് പപ്പാജിനോയുടെ കൂടെ ഇരുന്നിട്ട് അത് സപ്പോർട്ട് ചെയ്ത് റെസിലിയൻസ് കൊടുത്ത് റിക്കവറി കൊടുത്ത് കേട്ട് സൂയിസൈഡിൽ നിന്നും പപ്പാജിനോയെ വഴിതിരിച്ചു വിടുന്നുണ്ട്. ഈ ദ മാജിക് ഫ്ലൂട്ട് എന്ന് പറയുന്ന ഈ ഒപ്പേറയിൽ നിന്നും 2010 ഒരു ഓസ്ട്രേലിയൻ റിസർച്ചർ തോമസ് ഐ ക്യാൻ സേ ഹിസ് ഫസ്റ്റ് നെയിം തോമസ് 2010 ഇദ്ദേഹം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു സൈക്കോളജിക്കൽ ഇഫക്റ്റാണ് പപ്പാജിനോ ഇഫക്റ്റ് ഓർ പപ്പാഗെയ്നോ ഇഫക്റ്റ്. ഇത് മാധ്യമങ്ങളിലൂടെയും ലിറ്ററേച്ചറുകളിലൂടെയും സാഹിത്യത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും ഒക്കെ പപ്പാജിനോ ഇഫക്റ്റ് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് വെർദർ ഇഫക്റ്റിനെ പിന്തള്ളിക്കൊണ്ട് പപ്പാജിനോ ഇഫക്റ്റിലേക്ക് നമ്മുടെ മീഡിയയ്ക്ക് പോയിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് വെർദർ ഇഫക്റ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സങ്കടങ്ങളുള്ള മനുഷ്യന്മാർ നമ്മളിൽ നിന്നും അപകടത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ കൊച്ചു കേരളത്തിനെ എല്ലാ തരത്തിലും മുൻപന്തിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂയിസൈഡിലും നമ്മൾ മുൻപിലാണെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലേക്ക്, നമ്മുടെ സാക്ഷരതയെ ഇടിച്ചു കളയുന്നതിലേക്ക്, നമ്മുടെ നന്മകളെ തുരത്തിയെറിയുന്നതിലേക്ക് ഈ ഒരു വൻ ദുരന്തമായി എന്തുകൊണ്ട് സൂയിസൈഡ് വരണം? ഇത് മീഡിയയും സാമൂഹിക സംവിധാനങ്ങളും ഒക്കെ കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്കൊരു പപ്പാജിനോ ഇഫക്റ്റ് ഉണ്ടാക്കിക്കൂടെ? ഇപ്പോൾ ഇടയ്ക്കൊരു ഡോക്യുമെൻ്ററിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ദ ക്രൈ ഓഫ് മദർ ക്രാഡിൽ, അമ്മത്തൊട്ടിലിൻ്റെ രോദനം എന്നൊരു തീം കേൾക്കാനിടയായി. അപ്പോൾ എന്തുകൊണ്ടാണ് അമ്മത്തൊട്ടിൽ കരയേണ്ടി വരുന്നത് എന്നൊരു ചിന്തയുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് എന്തുകൊണ്ടൊരു അമ്മത്തൊട്ടിൽ ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഒരു കുട്ടീനെ പ്രസവിച്ചു കഴിഞ്ഞാൽ കൊന്നുകളയാതെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ട് തരാനായി നമ്മൾക്കൊരു അമ്മത്തൊട്ടിൽ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ ഒരു കുട്ടികളെയും ആരും കൊല്ലുന്നില്ലല്ലോ. നമുക്ക് ചിന്തിച്ചുകൂടെ? എന്തുകൊണ്ട് എങ്ങനെ ഗർഭിണി ആകാതിരിക്കാമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് സ്വന്തം ശരീരത്തിന് പ്ലാസൻ്റായ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഒന്നിനെയും ന്യായീകരിക്കുന്നതല്ല, പക്ഷേ എങ്കിൽ കൂടിയും എൻ്റെ പ്ലാസൻ്റ കുട്ടിയെ ഞാൻ ഒരു ബ്ലേഡ് കൊണ്ട്, ഉപയോഗശൂന്യമായ ഒരു ബ്ലേഡ് കൊണ്ട് എൻ്റെ പ്ലാസൻ്റായ ഞാൻ സ്വയം അറുത്ത് മാറ്റുക എന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളുടെ നെയിൽ കട്ട് ചെയ്തിട്ട് ആ നഖമൊന്ന് പൊട്ടിയാൽ പോലും നമ്മളെല്ലാം ഭയങ്കരമായി ബഹളം വെക്കുന്നവരാണ്. അപ്പോൾ
നമ്മൾ നമ്മുടെ പ്ലാസൻ്റായ 2 കഷ്ണമായി മുറിച്ച് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പെൺകുട്ടി പ്രസവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ അവളത് മുറിച്ച് കളയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇനി അതിനെ മറവ് ചെയ്തിട്ട് ആ ഒരു കുഞ്ഞിൻ്റെ സ്കെലിറ്റൻ എടുത്തുകൊണ്ട് വരുന്ന മലയാളിയുടെ അവസ്ഥ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എങ്ങനെ ഇത്തരം സംവിധാനങ്ങളിൽ എന്തൊക്കെ മെഷേഴ്സ് യൂസ് ചെയ്യാം? വിവാഹിതയായ അമ്മമാരോടൊപ്പം വിവാഹിതരല്ലാത്ത അമ്മമാരുണ്ടാകുന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ചയാകുന്നു? തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ അറിയേണ്ടതല്ലേ? നമ്മൾ ഇപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് എത്രയോ പേർ കുട്ടികളെ അബോർട്ട് ചെയ്തു മാറ്റുന്നുണ്ട്. അത് ചർച്ചയാകാത്ത പോകുന്നിടത്ത് ഇത് ചർച്ചയാകുന്നതിൻ്റെ സാമൂഹിക പ്രതിബദ്ധത എവിടെയാണുള്ളത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പഠനവിധേയമാക്കുകയും പഠിക്കുകയും കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്ന സിലബസ് എവിടെ? നമ്മളത് കൊണ്ടുവരേണ്ടതല്ലേ? പല കുട്ടികളോടും സംസാരിച്ച് നോക്കാറുണ്ട്. ഇതൊക്കെ കുട്ടികൾ കേൾക്കുകയും കാണുകയും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് നമ്മൾ എന്തിനാണ് പറയുന്നത്? ഇതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കേണ്ടതല്ലേ? ഒരു ബയോളജി ടീച്ചറിൻ്റെ ഉത്തരവാദിത്തമാണോ ഇത് പഠിപ്പിക്കേണ്ടത്? അതോ ഇതൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഉത്തരവാദിത്തമാണോ ഇത് പഠിപ്പിക്കേണ്ടത്? ഇത് പഠിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായി മാറേണ്ടതല്ലേ? അപ്പോൾ എങ്ങനെ ഒരു പെൺകുട്ടി മറുപിള്ളയോടൊപ്പം തൻ്റെ വജൈനൽ പാർട്ട് അഴുകിപ്പോകുന്ന രീതിയിലേക്ക്, ഇൻഫെക്ഷൻ ആവുന്ന രീതിയിലേക്ക് കൊണ്ടു നടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവൾക്ക് സപ്പോർട്ടിംഗ് സിസ്റ്റം എവിടെയാണ് നമുക്ക് കൊടുക്കാൻ കഴിയാത്തത്? തികച്ചും ന്യായീകരിക്കുന്നില്ല കൊലപാതകങ്ങളെ, പക്ഷേ ഇത് മാറേണ്ടതല്ലേ? ഇത് പഠിക്കേണ്ടതല്ലേ? നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടതല്ലേ? എന്തർത്ഥമാണ് ഈ മീഡിയയ്ക്ക് വേണ്ടി ഇത് കവർ ചെയ്യുന്ന ഒരാൾ തന്നോട് തന്നെ ചോദിച്ചു നോക്കണ്ടേ? Are you okay to broadcast this? Are you okay to telecast this? അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള പപ്പഗിനോ ഇഫക്റ്റുകളും വെർദർ ഇഫക്റ്റുകളും ചർച്ച ചെയ്യപ്പെടണം. മീഡിയയിലൂടെ റെസിലിയൻസിയും റിക്കവറിയും റിമോയറുകളും ഒക്കെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഒപ്റ്റിമിസ്റ്റിക് ക്യാരക്ടർ ഉണ്ടാക്കാൻ പറ്റുന്ന ഇടത്തിൽ എന്തുകൊണ്ട് ഇത്രയും ആത്മഹത്യകളെ നമ്മൾ എന്തിന് ടെലികാസ്റ്റ് ചെയ്യണം? വാർത്തകൾ നിങ്ങൾ നൽകിക്കോളൂ. എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഇത് നിരോധിക്കുന്നില്ല? എന്താണ് നിങ്ങളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു പോകുന്നു. അതോടൊപ്പം രക്ഷകർത്താക്കളോട് പറയുന്നു, നമ്മൾ സെൻസർ ചെയ്യണം. ഇത് നമ്മുടെ വീട്ടിലെ ഇത്തരം ചാനലുകളെ സെൻസർ ചെയ്യണം. ഇത്തരം മീഡിയകളെ നമ്മൾ വേണ്ട എന്ന് പറയണം. നോക്കൂ, ഗാന്ധിജി നമ്മളോട് വിദേശ വസ്ത്രം ബഹിഷ്കരിക്കാൻ പറഞ്ഞു. നമ്മളിത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. അത്തരത്തിൽ ബഹിഷ്കരണങ്ങൾ നമ്മൾക്ക് എന്തുകൊണ്ടുണ്ടാകുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് നോ പറയുന്നില്ല? നമ്മളിത് പറയണ്ടേ? നമ്മൾ പറയേണ്ട സമയം കഴിഞ്ഞില്ലേ? നമ്മുടെ പൊന്നുമക്കൾ മരിക്കുന്നില്ലേ? 9ാം ക്ലാസ്സിലെ പെൺകുട്ടി, 8ാം ക്ലാസ്സിലെ കുട്ടി, 5ാം ക്ലാസ്സിലെ കുട്ടി, 4ാം ക്ലാസ്സുകാരി, 7ാം ക്ലാസ്സുകാരൻ എന്തുകൊണ്ട് പോകുന്നു? എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരാൾ പോയാൽ എനിക്കുണ്ടാകുന്ന വേദന ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നവരുടെ ആളുകൾക്ക് അത് വേണ്ടതല്ലേ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? നിങ്ങൾ ചിന്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചിന്തിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. നിള ഒപ്പമുണ്ട്. താങ്ക് യു സോ മച്ച്.